നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല. ഇതിപ്പം ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം. നല്ല രീതിയിൽ ജയിക്കും ചേലക്കര. വിവാദങ്ങൾ നിങ്ങളുണ്ടാക്കാൻ പുറപ്പെട്ട വിവാദത്തിന് എന്തെങ്കിലും കാര്യം എപ്പോഴെങ്കിലും ഞങ്ങൾ ഗൗനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് ഗൗരവതരമായി നിങ്ങൾ തന്നെയല്ലേ എന്നെപ്പറ്റി ഇപ്പം പറഞ്ഞത്. അമ്മാതിരി വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളോടല്ലേ വേറെ എന്ത് പറയാനാണ്? അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പിന്നെ ഭയങ്കരമായ പ്രതിഷേധത്തിലാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്, അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് ആ ചാനലിലേ വന്നിട്ടുള്ളൂ, വേറെ ചാനലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ത് പരിശോധിക്കാൻ? എന്ത് പരിശോധിക്കാനാ? നീ ഒന്നും പരിശോധിക്കാനില്ല. നിങ്ങൾക്കൊന്നും അതിലൊന്നും പരിശോധിക്കാനില്ല. നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെയുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയാണ് കേരളത്തിലുള്ളതെന്ന് നിങ്ങളോട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളത് വേറെ പരിശോധിക്കുന്നുള്ളത് എനിക്കറിയാം. എന്താ പരിശോധന ഞങ്ങൾ നടത്തുവന്നു കേട്ടാ. ഈ പുസ്തകത്തിൽ പറയുന്നത് EPLDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും അസംതൃപ്തി പുസ്തകത്തെ തള്ളി പറഞ്ഞാൽ പിന്നെ പുസ്തകത്തെ പറ്റി പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നിങ്ങളോട് പറയുമോ? ഞാൻ ഇല്ല, പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചയില്ല. ഓ, നല്ല ബലം, നല്ല ആളെന്നെ. ബലം കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്നെ. അദ്ദേഹത്തിന്റെ സ്ഥിതി എപ്പോ അന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ല? ആറാമത്തെ ചോദ്യമാണ് ഒന്നിക്കൽ കണ്ടന്റുള്ള ചോദ്യം ചോദിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കില്ല. അത് നേരത്തെ പറഞ്ഞാണ്. പുതിയ ചോദ്യം ചോദിക്കും. ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യം തരാതെ ഞാൻ ഉത്തരവാദി. കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തത ഏത് ഭാഗത്താണ് വ്യക്തത കുറവ്? അല്ല, ഏതാ ആ വ്യക്തത കുറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പുസ്തകവുമായി നല്ല വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന് അവർ അവകാശപ്പെടുന്ന EP ജയരാജൻ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാധകനും ഞാനത് നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാറ്റിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്ത് വ്യക്തതയാണ് വേണ്ടേ? ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിക്കില്ല വേണ്ട. എന്ത് വ്യക്തതയാണ് ഇതിൻ്റെ അപ്പുറം വേണ്ടത്? അതായത് അതിനകത്ത് CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആയ EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും. പക്ഷെ അതിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ദോഷം സ്വാഭാവിക ഇലക്ഷൻ എടുക്കുന്ന ഒരു ഘട്ടത്തിലുണ്ടാവും. ഇലക്ഷൻ അടുത്തില്ല, ഇന്നലെ ഇലക്ഷൻ. അതായത് ഇപ്പൊ പാലക്കാടും സ്വാഭാവികമായി പാർട്ടി അതിനകത്ത് ഒരു നിയമ നടപടി സ്വീകരിക്കും. EP ജയരാജന് പുറമെ CPI കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ EP ജയരാജൻ. അപ്പൊ പാർട്ടി അതിനകത്തൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. പാർട്ടിക്കെതിരെയും ഈ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കെതിരെയും കൂടി ആയിരിക്കുമല്ലോ. നിങ്ങൾ എപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ കോടതി പോകേണ്ടി വരും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനയും വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഏത് ദിവസം ഒഴിവുള്ളത്? അല്ലല്ല, ഞാൻ ഇവിടെ വേറെ പറഞ്ഞ പിന്നെ എല്ലാ ദിവസവും പാർട്ടിക്ക് കോടതി പോണ്ടേ പണിയാ? ശരി, വേറെ നിങ്ങൾ ചോദിക്കാണ്ട് ചോദിക്കും. ഇല്ല ചോദിക്കാം. വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കലാണ്, അത് വ്യക്തിപരമല്ലല്ലോ. രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരേണ്ട പക്ഷേ അത് ഇതൊക്കെ പുറത്തു വരും. ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണെന്നാണ് ഞാൻ പറയേണ്ടത്. ഞാനിപ്പോ ഒന്നും ഒരാളെയും സംശയിക്കുന്നില്ല. ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്.